വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ അധ്യാപകൻ റിമാൻഡിൽ. തിരുവനന്തപുരം നഗരത്തിലെ ഒരു പ്രമുഖ സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യുന്ന നേട്ടയം സ്വദേശിയായ അരുൺ മോഹനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിനി അറിയിച്ചിട്ടും പീഡന വിവരം മറച്ചുവെച്ച സ്കൂളിനെതിരെ പോക്സോ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുമുണ്ട്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ചുവെന്നാണ് കേസ്. 5ാം ക്ലാസ് മുതൽ ഇയാൾ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്നാണ് പരാതി. കൗൺസിലിങ്ങിനിടെയാണ് കുട്ടി വിവരം വെളിപ്പെടുത്തിയത്. അതുവരെയും കുട്ടി പറഞ്ഞിരുന്നെങ്കിലും ആരും മൈൻഡ് ചെയ്തില്ല. വിദ്യാർത്ഥിനിയുടെ പരാതിയിൽ സ്കൂൾ അധികൃതർ ഇയാളെ സസ്പെൻഡ് ചെയ്തുവെങ്കിലും പോലീസിൽ പരാതി നൽകാൻ തയ്യാറായില്ലായിരുന്നു. വിദ്യാർത്ഥിനിയുടെ ബന്ധുവാണ് പോലീസിൽ വിവരമറിയിക്കുന്നത്. ഫോർട്ട് പോലീസ് കേസെടുക്കുകയും അധ്യാപകനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചതിനാണ് സ്കൂളിനെതിരെ പോക്സോ നിയമപ്രകാരം കേസെടുത്തത്. അധ്യാപകനെതിരെ തിങ്കളാഴ്ച പെൺകുട്ടി സ്കൂൾ അധികൃതർക്ക് പരാതി നൽകിയിരുന്നു. അധ്യാപകനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഈ വിവരം പോലീസിനെ അറിയിച്ചില്ല. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കുട്ടിയുടെ ബന്ധുവാണ് വെള്ളിയാഴ്ച പോലീസിനെ വിവരമറിയിക്കുന്നത്. പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് സ്കൂൾ അധികൃതരുടെ വീഴ്ചയും പുറത്തുവന്നത്. പ്രഥമാധ്യാപകൻ ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതർക്കെതിരെയാണ് ഫോർട്ട് പോലീസ് കേസെടുത്തത്. അറസ്റ്റിലായ അധ്യാപകൻ അരുൺ മോഹനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ അധ്യാപകൻ പീഡിപ്പിച്ചെന്ന കേസിലാണ് നടപടി. കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഫോർട്ട് പോലീസ് സ്കൂളിനെതിരെ കേസെടുത്തത്. പ്രതിയെ പീഡിപ്പിച്ച കാര്യം പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ച സ്കൂളിലെ മറ്റ് അധ്യാപകരെ അറിയിച്ചിരുന്നു. തുടർന്ന് സ്കൂൾ അധികൃതർ അരുൺ മോഹനെതിരെ നടപടി സ്വീകരിച്ചെങ്കിലും പോലീസിൽ വിവരം അറിയിച്ചിരുന്നില്ല. സ്കൂളിലെ പ്രധാന അധ്യാപകനും മറ്റുള്ള അധ്യാപകർക്കുമെതിരെയാണ് പോലീസ് കേസ്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.